അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നോമ്പ് തുറക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്. സംഭവം ഇങ്ങനെ സമൂസ ഷീറ്റിൽ ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് റൗണ്ട് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സമൂസ ഷീറ്റിൽ സമൂസ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അനിയത്തി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ ഇടയ്ക്ക് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് ഫെയിൽ ആവും. ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ സമൂസ ഫില്ലിങ്സ് പോലെ ഇതിപ്പോൾ എഗ് കൊണ്ടാണ് ഫില്ലിങ്സ് ഉണ്ടാക്കിയത്. നമുക്ക് ചിക്കൻ കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ട് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് നമ്മൾ സമൂസ ഒക്കെ പൊരിച്ചെടുക്കുന്ന പോലെ അതേപോലെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഫില്ലിങ്സ് ഒക്കെ വെന്തതാണ്. അപ്പോൾ കുറേ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കണ പരിപാടിയും കാര്യങ്ങളും പൊരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ടർഫിൽ പോകാമെന്ന് പറഞ്ഞു. ടർഫിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ നല്ല രീതിക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മിക്ക ദിവസവും നോമ്പ് തറയും സ്കൂളിലത്തെ കുട്ടികൾ അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പ് തറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും എടുത്ത് ഞങ്ങൾ ടർഫിൽ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുട്ടികൾ നല്ല രീതിക്ക് ഓടിക്കളിക്കലും കാര്യങ്ങളും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട് കളിയൊന്നും ഇല്ലാത്ത സമയത്ത്. ഇവിടെ അങ്ങനെ പോകണോണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോയതാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മക്കളുടെ എല്ലാവരുടെയും. റയാൻക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഓടിക്കളിക്കാമല്ലോ, കല്ലും ഇതൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നല്ല നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ അങ്ങനെ ഓടിക്കളിച്ചിട്ട് നല്ല ഓടിക്കളിയായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണി 6:30 ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. 6:20 ആയപ്പോൾ ഏകദേശം കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ എല്ലാവരെയും വിളിച്ച് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. മക്കളിനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇവിടെ വരിക. ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ എസ്റ്റേറ്റിലാണ് ഈ ടർഫ് വരുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് ഈ ഞങ്ങളെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയായി. ഞങ്ങൾ വീട് വെക്കണ സമയത്തൊക്കെ. ഇപ്പോൾ ഒക്കെ ഭയങ്കര നല്ല രസമാണ്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് ഇടും. അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരും ഉണ്ടാവും. എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം മാത്രമാണ് തീരെ ഇതേപോലെ കളിയില്ലാത്ത ദിവസങ്ങളുണ്ടാവുള്ളൂ. അല്ലാണ്ടുള്ള മിക്ക ദിവസങ്ങളിലും കളി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ വിറക് പെറുക്കാനും അങ്ങനെ റബ്ബർ കായ പെറുക്കാനൊക്കെ വന്നതിന് എസ്റ്റേറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അവനൊന്ന് വീഡിയോ എടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അവനെ വീഡിയോ എടുത്താണ് കേട്ടോ. അവർക്ക് നോമ്പ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പുറമേ ജസ്റ്റ് കുത്തിപ്പൊളിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് നോമ്പറക്കാളമൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് വേഗം തന്നെ കുട്ടികൾക്കൊക്കെ നിലത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിലത്തിരുന്നിട്ട് അവരിരുന്നിട്ട് കഴിക്കുകയാണ്. നോമ്പ് കൊടുക്കണായിട്ട് പിന്നെ അവർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവർക്ക് പിന്നെ അതൊന്നും നോക്കണ്ടല്ലോ. വെക്കുമ്പോഴത്തേനും അവരെല്ലാം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സും പിന്നെ അതേപോലെ വെള്ളം കലക്കിയതും തരിക്കഞ്ഞിയും പിന്നെ പൊരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും കൊടുത്തു. അപ്പോൾ സുഖമായിട്ടിരുന്നിട്ട് അൽഹംദുലില്ലാ അങ്ങനെ നോമ്പറന്നിട്ട് വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു ആശ്വാസം വേറെ ഒന്നുമില്ലെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ അയ്യോ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പറന്ന് നല്ല വിശാലമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നോമ്പറക്കുകയാണ്. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ അവൻ ഇങ്ങനെ കുറേ കുസൃതികൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അത് ശ്രദ്ധിക്കുന്നത്, അവൻ്റെ കുറേ കുസൃതികൾ. അപ്പോൾ പൊരി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പും മുളകൊന്നും നോക്കാൻ പറ്റില്ല. നോമ്പുള്ള സമയമാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സമൂസൊക്കെ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ്. പക്ഷേ റോളിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. ഏകദേശം ചിക്കൻ കൊണ്ടൊക്കെ ഇത് പെഗ് കൊണ്ടായതുകൊണ്ടാണ് വലിയ പോളിങ് ഉണ്ടായിരുന്നില്ല. എന്നാലും പൊരി കാലിയായി. പക്ഷേ ചിക്കൻ വെച്ചെങ്കിൽ കുറച്ചും കൂടി പോളിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കൂടും. നമ്മൾ ഏത് സാധനം അങ്ങനെ തന്നെയാണല്ലോ, ചിക്കൻ്റെ ആണല്ലോ കുറച്ച് ടേസ്റ്റ് കൂടുക.
അപ്പം അതിൻ്റെ ഇടയിൽ അവൻ ഇങ്ങനെ ഓരോന്ന് വികൃതി ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവന് മേശേമ്മ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ അതിർക്കുക എതിർക്കുക, മേശേമ്മ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ അവൻ വാരി വലിച്ചിടും കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നോമ്പറക്കൽ കഴിഞ്ഞപ്പോൾ നിസ്കാരം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മജ്ലിസും നൂറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൊല്ലി യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരു ശമനം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗൾഫിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അങ്ങനെ വീട്ടിൽ അതൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞപ്പോൾ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ മോനക്ക് തരിക്കഞ്ഞി കോരി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനും തരിക്കഞ്ഞി കുടിച്ചു. സോ ഇവർ ഇന്ന് പാലിലാണ് ഉണ്ടാക്കുക, പാലിൽ പഞ്ചസാര ഇട്ടിട്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം നാളികേരപ്പാലിൽ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. സംഭവം പെട്ടെന്ന് തന്നെ കാലിയായി. ഇവരങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ ആര്യമ്പാടത്ത് ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടാക്കുമ്പോൾ എന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മയും പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരാഗ്രഹം, അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടായിരുന്നു, റമദാൻ സ്പെഷ്യൽ ജീരകക്കഞ്ഞി. അതും മീൻ പൊരിച്ചത് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വയർ നിറച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ മക്കളുടെ കലാപരിപാടികളായിരുന്നു. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഫുള്ള് ഡാൻസും പാട്ടും കളിയും ചിരിയും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ റമദാനിക്ക് ആദ്യമായിട്ടാണ് ചോറും മീൻകറിയും മീൻ പൊരിച്ച ഉപ്പേരിയും പപ്പടവും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. എന്നും കടികളും കാര്യങ്ങളൊക്കെ മിക്ക ദിവസം ഉണ്ടാവാറ്. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറെടുത്ത് ഫുൾ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചു, സമാധാനം. കാരണം മിക്ക ദിവസം എല്ലാ വീടുകളിലും അങ്ങനെയാവും, കടികളാവും കേട്ടോ ഉണ്ടാവുക. ഞങ്ങളോടെ അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ചോറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചോറ് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വയറ് നിറച്ച് ചോറ് കഴിച്ചു. മക്കൾക്കും ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.